ടീച്ചിംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ലോകപ്രശസ്ത എഴുത്തുകാരനായ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. താങ്ക് യു മാ ആം. ഒരു തെറ്റ് ചെയ്യാൻ ശ്രമിച്ച റോജർ എന്ന ചെറുപ്പക്കാരനോട് മിസ്സിസ് ലുവേല്ല ബേറ്റ്സ് വാഷിംഗ്ടൺ ജോൺസ് എന്ന സ്ത്രീ കാണിക്കുന്ന സ്നേഹവും ദയയും വിശ്വാസവുമാണ് ഈ പാഠത്തിന്റെ കാതൽ. ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതിനേക്കാൾ വലുതാണ് അവർക്ക് രണ്ടാമതൊരു അവസരം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ താങ്ക് യു മാ ആം എന്ന ലെസണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും ഒപ്പം പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ആക്ടിവിറ്റികളും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുക്കുകൾ തുറന്നു തയ്യാറാവുക. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഈ കഥ നമുക്ക് ഒന്നിച്ചു പഠിക്കാം. Let us get started. Question answers. While we read. 1. How does the boy try to snatch the purse from the lady? കുട്ടി എങ്ങനെയാണ് സ്ത്രീയുടെ പൾസ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്? He runs up behind her and pulls the purse so hard that the strap breaks. അവൻ അവരുടെ പിന്നിലൂടെ ഓടിച്ചെന്ന് പൾസ് ശക്തിയായി പിടിച്ചു വലിച്ചു. അങ്ങനെ അതിന്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോയി. 2. What did the lady do when the boy fell down? കുട്ടി വീണപ്പോൾ ആ സ്ത്രീ എന്തു ചെയ്തു? She picks him up by his shirt and shakes him strongly. She asks him to pick up her pocketbook. അവരവനെ ഷർട്ടിൽ പിടിച്ച് പൊക്കിനിർത്തി ശക്തിയായി കുലുക്കുന്നു. താഴെ വീണ അവരുടെ പേഴ്സ് എടുത്തുകൊടുക്കാൻ പറയുന്നു. 3. Why didn't the woman turn the boy loose? ആ സ്ത്രീ എന്തുകൊണ്ടാണ് കുട്ടിയെ വിട്ടേക്കാതിരുന്നത്? She knew he would run away, so she held him to teach him a lesson. പിടിവിട്ടാൽ അവൻ ഓടിപ്പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവനെ പിടിച്ചു നിർത്തി. 4. Pick out the words that suggest the boy was frightened as the lady dragged him to her house. സ്ത്രീ അവനെ അവളുടെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടി ഭയപ്പെട്ടിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക. Words like frightened boy, sweat popped out, began to struggle, show he was scared. ഭയന്ന കുട്ടി, frightened boy, വിയർപ്പ് പൊടിഞ്ഞു, sweat popped out, പിടക്കാൻ തുടങ്ങി, began to struggle തുടങ്ങിയ വാക്കുകളെല്ലാം അവൻ പേടിച്ചിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. 5. Why did Roger snatch the pocketbook? എന്തുകൊണ്ടാണ് റോജർ പൾസ് തട്ടിയെടുത്തത്? He snatched the purse because he wanted money to buy blue suede shoes. നീല സ്യൂഡ് ഷൂസ് വാങ്ങാൻ അവന് പണം വേണ്ടതുകൊണ്ടാണ് അവന് പേഴ്സ് തട്ടിപ്പറിച്ചത്. 6. Why was Roger awestruck by Mrs. Jones' words? മിസ്സിസ് ജോൺസിന്റെ വാക്കുകൾ കേട്ട് റോജർ അത്ഭുതസ്തബ്ധനായത് എന്തുകൊണ്ടാണ്? He was shocked because she spoke kindly and admitted she had also made mistakes. അവര് ദയയോടെ സംസാരിക്കുകയും തനിക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തപ്പോൾ അവൻ ഞെട്ടിപ്പോയി. 7. How does Mrs. Jones treat Roger at the table? മേശയുടെ അടുത്ത് വെച്ച് മിസ്സിസ് ജോൺസ് റോജറിനെ എങ്ങനെയാണ് പരിചരിക്കുന്നത്? She treats him with kindness, gives him food, talks normally, and doesn't question him sharply. സ്ത്രീ അവനോട് ദയയോടെ പെരുമാറുകയും ഭക്ഷണം നൽകുകയും സാധാരണ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അവനോടവര് പരുഷമായി ചോദ്യങ്ങൾ ചോദിക്കുന്നേയില്ല. 8. Could Roger express his gratitude in any other way than by saying, "Thank you, madam"? Give reasons. നന്ദി, മാഡം എന്ന് പറഞ്ഞതല്ലാതെ റോജറിന് തന്റെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞോ? അതിനുള്ള കാരണങ്ങൾ നൽകുക. No. He was too moved and surprised by her kindness, so he could only say thank you, ma'am. ഇല്ല. അവരുടെ ദയാവായ്പിൽ അവൻ വല്ലാതെ വികാരാധീനനും അത്ഭുതസ്തബ്ധനുമായിരുന്നു. അതിനാൽ അവന് നന്ദി, മാഡം എന്ന് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. Let's rewind. 1. What do Mrs. Jones' actions reveal about her attitude to the boy? കുട്ടിയോടുള്ള മിസ്സിസ് ജോൺസിന്റെ മനോഭാവത്തെക്കുറിച്ച് അവരുടെ പ്രവൃത്തികൾ എന്താണ് വെളിപ്പെടുത്തുന്നത്? Mrs. Jones is strict but caring. മിസ്സിസ് ജോൺസ് കർശനക്കാരിയാണെങ്കിലും കരുതലുള്ളവളാണ്. She wants to correct the boy, not hurt him, and she treats him with kindness and respect. അവര് കുട്ടിയെ വേദനിപ്പിക്കാനല്ല, മറിച്ച് തിരുത്താനാണ് ആഗ്രഹിക്കുന്നത്. അവൾ അവനോട് ദയയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നു. 2. What, according to you, might the boy have learned from his encounter with Mrs. Jones? നിങ്ങളുടെ അഭിപ്രായത്തിൽ മിസ്സിസ് ജോൺസുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് കുട്ടി എന്തായിരിക്കും പഠിച്ചിരിക്കുക? He learns that kindness can change a person more than punishment. ശിക്ഷയേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയെ മാറ്റാൻ ദയയ്ക്ക് കഴിയുമെന്ന് അവൻ പഠിക്കുന്നു. He also learns honesty, trust, and the value of proper behavior. സത്യസന്ധത, വിശ്വാസം, നല്ല പെരുമാറ്റം തുടങ്ങിയ മൂല്യങ്ങളും അവൻ പഠിക്കുന്നു. 3.
Have you ever experienced unexpected kindness? നിങ്ങൾക്കെപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായ ദയ അനുഭവപ്പെട്ടിട്ടുണ്ടോ? How does it make you feel even now? ഇപ്പോഴും അത് നിങ്ങളിൽ എന്ത് വികാരമാണ് ഉണർത്തുന്നത്? ഇവിടെ നിങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരം നൽകാം, എന്നാലും ഒരു മാതൃക പ്രതികരണം നൽകാം. Yes, I have. അതെ, എനിക്കുണ്ടായിട്ടുണ്ട്. Even now it makes me feel grateful and reminds me that small acts of kindness can stay in our hearts for a long time. ഇപ്പോഴും അതെന്നിൽ നന്ദികലർന്ന ഒരു വികാരമുണ്ടാക്കുകയും ചെറിയ ദയനിറഞ്ഞ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ വളരെക്കാലം നിലനിൽക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. 4. How does this story challenge conventional ideas of justice and punishment? നീതിയെയും ശിക്ഷയെയും കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങളെ ഈ കഥ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? The story shows that compassion can sometimes work better than punishment. ശിക്ഷയേക്കാൾ നന്നായി ചിലപ്പോൾ അനുകമ്പയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈ കഥ കാണിക്കുന്നു. Instead of taking him to the police, Mrs. Jones teaches the boy through trust, care and guidance. കുട്ടിയെ പോലീസിന് കൈമാറുന്നതിനു പകരം മിസ്സസ് ജോൺസ് അവനെ വിശ്വാസം, കരുതൽ, മാർഗനിർദ്ദേശം തുടങ്ങിയവയിലൂടെ പഠിപ്പിക്കുന്നു. Let's recall and recreate. Activity 1. A. Roger was deeply moved by the lad's compassion and humanity. ആ സ്ത്രീയുടെ അനുകമ്പയും മനുഷ്യത്വപരമായ പ്രവൃത്തികളും റോജറിലെ അഗാധമായ സ്പർശിച്ചു. He writes a letter to her expressing his gratitude. അവൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടവൻ ഒരു കത്തെഴുതുന്നു. Let's read the letter. നമുക്ക് ആ കത്ത് വായിക്കാം. പേജ് 124 നൽകിയ കത്ത് വായിക്കുക. Note that Roger uses no formal words or phrases in this letter as it is quite personal. ഈ കത്തിൽ റോജർ ഔപചാരികമായ വാക്കുകളോ വാക്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കുക, കാരണം തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിലെഴുതിയിരിക്കുന്നത്. അനൗപചാരികമായ ഇത്തരം കത്തുകൾ ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ അഭിസംബോധന ചെയ്യുന്നവയാണ്. അത്തരം കത്തുകൾ പേഴ്സണൽ ലെറ്റേഴ്സ് ആണ്. ബി. നെഹ്റു, in his speech calls all citizens to live and work together on the path to prosperity. നെഹ്റു തന്റെ പ്രസംഗത്തിൽ എല്ലാ പൗരന്മാരെയും സമൃദ്ധിയിലേക്കുള്ള പാതയിൽ ഒരുമിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നു. Imagine you share this vision with one of your friends through a letter. Write the likely letter. ഈ കാഴ്ചപ്പാട് നിങ്ങൾ ഒരു കത്തിലൂടെ നിങ്ങളുടെ ഒരു സുഹൃത്തുമായി പങ്കുവെക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ എഴുതാനിടയുള്ള കത്ത് എഴുതുക. ആദ്യം നിങ്ങളുടെ അഡ്രസ്സും അതിനു താഴെ തീയതിയും എഴുതുക. Dear Ria, I hope you are fine. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. In class today, we learned about Nehru's speech and his words really impressed me. ഇന്ന് ക്ലാസ്സിൽ ഞങ്ങൾ നെഹ്റുവിന്റെ പ്രസംഗത്തെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ശരിക്കും ആകർഷിച്ചു. He said that all citizens should live together and work hard to build a better India. എല്ലാ പൗരന്മാരും ഒരുമിച്ച് ജീവിക്കുകയും മികച്ച ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. I feel this is true. ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. If we stay united and help each other, our country will grow. നമ്മൾ ഐക്യത്തോടെ നിലകൊള്ളുകയും പരസ്പരം സഹായിക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യം വളരും. When we work honestly, avoid fights, and think about others, we can make India strong and peaceful. നമ്മൾ സത്യസന്ധമായി പ്രവർത്തിക്കുകയും വഴക്കുകൾ ഒഴിവാക്കി മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെ ശക്തവും സമാധാനപരവുമാക്കാൻ കഴിയും. I want to follow this path, and I hope you will join me. ഞാൻ ഈ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. നീയും എന്നോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. Together we can bring small changes through kindness and hard work. ദയയും കഠിനാധ്വാനവും കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. Let us try to be responsible students and good citizens. നമുക്ക് ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥികളും നല്ല പൗരന്മാരുമായിരിക്കാൻ ശ്രമിക്കാം. Yours lovingly. സ്നേഹത്തോടെ, ആശ. Activity 2. A. Mrs. Jones was extremely happy that she could guide a young lad like Roger on the right path. റോജറിനെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിൽ മിസ്സസ് ജോൺസിന് അങ്ങേയറ്റം സന്തോഷം തോന്നി. She shares her experience with one of her friends through an email. Write the likely email. അവൾ തന്റെ അനുഭവം ഒരു ഇമെയിലിലൂടെ അവളുടെ ഒരു സുഹൃത്തുമായി പങ്കുവെക്കുന്നു. അവരെ എഴുതാന് സാധ്യതയുള്ള ഇമെയിൽ തയ്യാറാക്കുക. ഇമെയിൽ to sarah.williams@example.com. Subject: Something I want to share. ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്നോ an interesting meeting with Roger എന്നോ മറ്റോ ഒരു വിഷയമെഴുതാം. Dear Sarah, I wanted to tell you about a surprising incident. അതിശയകരമായ ഒരു സംഭവത്തെക്കുറിച്ച് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. Last night a young boy tried to snatch my purse. But when I caught him,
I realized he was only confused and needed guidance. കഴിഞ്ഞ രാത്രി ഒരു ചെറുക്കന് എന്റെ പൾസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവനെ പിടിച്ചപ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലാണെന്നും മാർഗനിർദ്ദേശം ആവശ്യമാണെന്നും ഞാൻ മനസ്സിലാക്കി. I took him home, washed his face and gave him some food. ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുഖം കഴുകിച്ച് കുറച്ച് ഭക്ഷണം കൊടുത്തു. As we talked, I understood that he wanted money for shoes and had no one at home to guide him. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവന് ഷൂസിനായി പണം വേണമെന്നും വീട്ടിൽ അവനെ നേരുവഴിക്ക് നയിക്കാൻ ആരുമില്ലെന്നും എനിക്ക് മനസ്സിലായി. So I spoke to him about right and wrong and even gave him a little money to buy the shoes honestly. അതിനാൽ ഞാൻ അവനോട് ശരിയും തെറ്റും എന്താണെന്ന് സംസാരിക്കുകയും സത്യസന്ധമായി ഷൂസ് വാങ്ങാൻ കുറച്ച് പണം നൽകുകയും ചെയ്തു. Seeing the change in his face made me truly happy. അവന്റെ മുഖത്തെ മാറ്റം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. I feel I helped him choose a better path. ഒരു നല്ല പാത തിരഞ്ഞെടുക്കാൻ ഞാൻ അവനെ സഹായിച്ചെന്ന് എനിക്ക് തോന്നുന്നു. Take care, മിസ്സിസ് ജോൺസ്. After the incident, Roger realized his mistake and vowed that he would never repeat such a deed ever again. സംഭവത്തിനുശേഷം റോജർ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും അത്തരമൊരു പ്രവൃത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. He decides to write down his thoughts. അവൻ തന്റെ ചിന്തകൾ എഴുതിവെക്കാൻ തീരുമാനിക്കുന്നു. Write the thoughts he would note down. അവൻ കുറിച്ചിടാനിടയുള്ള ചിന്തകളെക്കുറിച്ചെഴുതുക. ഡയറി എൻട്രി. ഡേറ്റ് 2025 നവംബർ 18. Dear Diary, today I realized how wrong I was. ഇന്ന് ഞാൻ എത്രത്തോളം തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കി. I tried to snatch Mrs. Jonas' purse. ഞാൻ മിസ്സിസ് ജോൺസിന്റെ പൾസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. But she did not shout at me. പക്ഷേ അവർ എന്നോട് ദേഷ്യപ്പെട്ടില്ല. She did not send me to the police. അവർ എന്നെ പോലീസിന് കൈമാറിയില്ല. Instead, she showed me kindness. പകരം അവർ എന്നോട് ദയ കാണിച്ചു. She washed my face. അവർ എന്റെ മുഖം കഴുകി. She gave me food. അവർ എനിക്ക് ഭക്ഷണം തന്നു. She spoke to me gently. അവർ എന്നോട് ശാന്തമായി സംസാരിച്ചു. Her trust made me feel ashamed. അവരുടെ വിശ്വാസം എന്നെ ലജ്ജിതനാക്കി. I understand that stealing harms me. മോഷണം എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന. I promise I will not do it again. ഞാനിനി ഇതാവർത്തിക്കില്ലെന്ന് വാക്ക് നൽകുന്നു. I want to become a better person from today. ഇന്നു മുതൽ ഞാൻ ഒരു നല്ല വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നു. റോജർ. Let's play with words. Activity 1. A. Read the following excerpt from the speech. പ്രസംഗത്തിൽ നിന്നും താഴെ കൊടുക്കുന്ന ഭാഗം വായിക്കുക. Through good fortune and ill alike, she has never lost sight of that quest or forgotten the ideals which gave her strength. സൗഭാഗ്യത്തിലും ദൗർഭാഗ്യത്തിലും ഒരുപോലെ ഇന്ത്യ ആ അന്വേഷണം ഒരുനാളും വിട്ടുകളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് ശക്തി നൽകിയ ആദർശങ്ങളെ മറന്നിട്ടില്ല. We end today a period of misfortunes and India discovers herself again. ഇന്ന് നാം ദുരിതങ്ങളുടെ ഒരു കാലഘട്ടം അവസാനിപ്പിക്കുന്നു. ഇന്ത്യ വീണ്ടും സ്വയം കണ്ടെത്തുന്നു. Now, observe the words highlighted in the above passage. ഇനി ഈ വാചകങ്ങളില് ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. What difference do you notice in the two words? ഈ രണ്ട് വാക്കുകളിൽ നിങ്ങൾ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? The word fortune means good luck, but misfortune means bad luck. Fortune എന്ന വാക്കിന് സൗഭാഗ്യം എന്നാണ് അർത്ഥം, എന്നാൽ മിസ്ഫോർച്യൂൺ എന്നത് ദൗർഭാഗ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിഫിക്സ് ആണ് അർത്ഥവ്യത്യാസമുണ്ടാക്കുന്നത്. What is the effect of the prefix mees? Mees എന്ന പ്രിഫിക്സിന്റെ ഫലമെന്താണ്? Doesn't it create a word with the opposite meaning? അത് വിപരീത അർത്ഥമുള്ള ഒരു വാക്ക് സൃഷ്ടിക്കുന്നില്ലേ? Yes. The prefix mees gives the word the opposite or negative meaning. അതെ. മീസ് എന്ന പ്രിഫിക്സ് വാക്കിന് വിപരീതമായതോ നെഗറ്റീവായതോ ആയ അർത്ഥം നൽകുന്നു. It shows something wrong, bad or the opposite of the original word. അത് തെറ്റായതോ മോശമായതോ അല്ലെങ്കിൽ യഥാർത്ഥ വാക്കിന്റെ വിപരീതമോ ആയ ഒന്നിനെ കാണിക്കുന്നു. Antonyms are words that are opposite in meaning. They can be created using prefixes like mees, dis, un, aim and in. വിപരീതമായ അർത്ഥമുള്ള വാക്കുകളാണ് വിപരീതപദങ്ങൾ, അതായത് ആന്റണിംസ്. മീസ്, ഡിസ്, അൻ, അയിം, ഇൻ തുടങ്ങിയ പ്രിഫിക്സുകൾ ഉപയോഗിച്ച് അവയുണ്ടാക്കാൻ കഴിയും. Be now, try to write the antonyms of the following words using suitable prefixes. ഇനി അനുയോജ്യമായ പ്രിഫിക്സുകൾ ഉപയോഗിച്ച് താഴെ കൊടുക്കുന്ന വാക്കുകളുടെ വിപരീതപദങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഉത്തരങ്ങൾ ഇവിടെ നൽകിയ ടേബിളിലുണ്ട്. അക്വാലിറ്റി സമത്വം, ഇനെക്വാലിറ്റി അസമത്വം, അപ്പിയർ പ്രത്യക്ഷപ്പെടുക, ഡിസപ്പിയർ അപ്രത്യക്ഷമാകുക, പോസിബിൾ സാധ്യം, ഇംപോസിബിൾ അസാധ്യം, കൈൻഡ്
ദയയുള്ള, അൺകൈൻഡ്, ദയയില്ലാത്ത, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മിസ്അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുക. സി. Fill in the blanks with suitable words or their antonyms from the table above. മുകളിലെ പട്ടികയിൽ നിന്നും അനുയോജ്യമായ വാക്കുകളോ അവയുടെ വിപരീത പദങ്ങളോ ഉപയോഗിച്ച് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. We should be kind to our fellow beings rather than unkind. നാം സഹജീവികളോട് ദയയില്ലാത്തവരാകുന്നതിനു പകരം ദയയുള്ളവരായിരിക്കണം. Nothing is impossible if you decide to make it possible. സാധ്യമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല. Inequality can never be justified because equality is the birthright of all human beings. തുല്യത എല്ലാ മനുഷ്യരുടെയും ജന്മാവകാശമായതിനാൽ അസമത്വം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. Let's analyze. Activity 1. A. Here's a short review of the story Thank You, Madam. Thank You, Madam എന്ന കഥയുടെ ഒരു ചെറിയ അവലോകനം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 126 കാണാം. വായിച്ച് താഴെ നൽകിയ ചോദ്യങ്ങൾക്കുത്തരമെഴുതുക. List the words highlighted in the review. അവലോകനത്തിൽ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ പട്ടികപ്പെടുത്തുക. സ്റ്റോറി, വുമൻ, മിസസ് ലുവല്ല ബേറ്റ്സ് വാഷിംഗ്ടൺ ജോൺസ്, റോജർ, പോക്കറ്റ്ബുക്ക്, ലീമ ബീൻസ്, പെയർ, ബ്യൂട്ടി ഷോപ്പ്, ഫാമിലീസ്. What is special about these words? ഈ വാക്കുകളുടെ പ്രത്യേകതയെന്താണ്? They are all naming words, they are called nouns. അവയെല്ലാം പേരുകളാണ്, അല്ലെങ്കിൽ നാമങ്ങളാണെന്ന് പറയാം. They name people, places, things, or food items. അവ ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവയ്ക്ക് പേര് നൽകുന്നു. B. Classify the nouns in the review as proper, common, collective or abstract and fill in the table. One has been done for you. അവലോകനത്തിലെ നാമങ്ങളെ പ്രോപ്പർ, കോമൺ, കളക്റ്റീവ് അല്ലെങ്കിൽ ആബ്സ്ട്രാക്ട് എന്നിങ്ങനെ തരംതിരിച്ച് പട്ടിക പൂരിപ്പിക്കുക. ശരിയായി പൂർത്തിയാക്കിയ ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. C. Here is a passage written by a student inspired by Jawaharlal Nehru's speech. Note the highlighted words. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു പാസേജാണിത്. ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. Now, observe the following phrases from the above passage given below and do as illustrated. ഇനി ഇവിടെ നൽകിയിട്ടുള്ള ഫ്രേസുകൾ നിരീക്ഷിച്ച് ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ചെയ്യുക. ഉത്തരം ഈ ടേബിളിൽ കാണാം. What is the function of the words preceding the nouns in the above paragraph? മുകളിലെ ഖണ്ഡികയിൽ നാമങ്ങൾക്ക് മുൻപ് വരുന്ന വാക്കുകളുടെ ധർമ്മമെന്താണ്? The words that come before the nouns help to point out or describe the nouns. നാമങ്ങൾക്ക് മുൻപ് വരുന്ന വാക്കുകൾ ആ നാമങ്ങളെ സൂചിപ്പിക്കാനോ വിവരിക്കാനോ സഹായിക്കുന്നു. They tell us which one, how many, or what type of noun we are talking about. നാം ഏത് നാമത്തെക്കുറിച്ചാണ്, എത്ര എണ്ണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏതുതരം നാമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അവ നമ്മോട് പറയുന്നു. Determiners are words that precede nouns to clarify or specify details relating to the nouns. നാമങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുകയോ നിർണ്ണയിക്കുകയോ ചെയ്യുന്നതിനായി നാമങ്ങൾക്ക് മുൻപ് വരുന്ന വാക്കുകളാണ് ഡിറ്റർമിനറുകൾ. List similar phrases from the passage in the space below. ഖണ്ഡികയിൽ നിന്ന് സമാനമായ ഫ്രേസുകൾ താഴെ നൽകിയിട്ടുള്ള സ്ഥലത്ത് ലിസ്റ്റ് ചെയ്യുക. Answer. The moment, their lives, these sacrifices, the people, our nation, the freedom, the country, the efforts, all freedom fighters, our duties, the service, the nation. D. Now, match the determiners in column A with suitable nouns in column B to make meaningful phrases in column C. അർത്ഥപൂർണമായ പദസമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നതിനായി കോളം ഐയിലെ ഡിറ്റർമിനറുകളെ കോളം ബിയിലെ അനുയോജ്യമായ നാമങ്ങളുമായി യോജിപ്പിച്ച് കോളം കിൽ എഴുതുക. ഈ ടേബിളിൽ അവ ശരിയാംവിധം എഴുതിയിട്ടുണ്ട്. E. Fill in the blanks choosing suitable determiners from those in the box below. താഴെയുള്ള ബോക്സിൽ നിന്ന് അനുയോജ്യമായ ഡിറ്റർമിനറുകൾ തിരഞ്ഞെടുത്ത് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ശരിയുത്തരം ബോൾഡ് അക്ഷരങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. F. We have learned about nouns, adjectives and determiners. നാം നാമങ്ങളെക്കുറിച്ചും അവയുടെ വിശേഷണങ്ങളെക്കുറിച്ചും ഡിറ്റർമിനറുകളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. It is possible to turn a noun into a noun phrase by adding determiners and adjectives to the head noun. ഹെഡ് നൗണിനോട് അതായത് പ്രധാന നാമത്തോട് ഡിറ്റർമിനറുകളും വിശേഷണങ്ങളും ചേർത്ത് ഒരു നാമപദസമുച്ചയമാക്കി അതായത് നൗൺ ഫ്രേസ് ആക്കി മാറ്റാൻ കഴിയും. Consider the noun, purse. Let S turn it into a noun phrase, creating a word pyramid. Purse എന്ന നാമം പരിഗണിക്കുക. ഒരു പദപിരമിഡ് ഉണ്ടാക്കി നമുക്ക് അതിനെ ഒരു നാമപദസമുച്ചയമാക്കി മാറ്റാം. ടെക്സ്റ്റിൽ തന്ന ഉദാഹരണം പേഴ്സ് എന്ന വാക്കിന്റേതാണ്. അതേപോലെ ഷൂസ്, ചിൽഡ്രൻ എന്നീ വാക്കുകളുടെ ഫ്രേസുകൾ വികസിപ്പിക്കുക. അവ രണ്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി 2. A.
These are Roger's thoughts when he returns home. Read them. റോജർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവനുണ്ടാകുന്ന ചിന്തകളാണിത്. വായിക്കുക. Now, let's focus on a few of Roger's thoughts. നമുക്ക് റോജറിന്റെ ചില ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ചിത്രങ്ങളോടൊപ്പം നൽകിയ വാചകങ്ങൾ വായിക്കുക. Now, try to categorize the thoughts by their function. ഈ ചിന്തകളെ അവയുടെ ധർമ്മമനുസരിച്ച് തരംതിരിക്കാൻ ശ്രമിക്കുക. I should nt have done it എന്ന വാചകം ഒരു സ്റ്റേറ്റ്മെന്റാണ്. Why did I do it? എന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. Please help me എന്നത് ഒരു റിക്വസ്റ്റാണ്. അവസാനത്തെ വാചകമായ How embarrassing the experience was. പെട്ടെന്നുള്ളതോ ശക്തമായതോ ആയ വികാരപ്രകടനമാണ്. Here are 4 different types of sentences, classified by their function. നൽകിയിരിക്കുന്ന വാചകങ്ങളുടെ ഫംഗ്ഷനനുസരിച്ച് തരംതിരിച്ച 4 തരം വാക്യങ്ങൾ ഇവിടെ നൽകിയ ടേബിളിൽ കാണാം. ഏതുതരം വാചകമാണെന്ന് ഒന്നാമത്തെ കോളത്തിലും അവയുടെ ധർമ്മമെന്തെന്ന് രണ്ടാമത്തെ കോളത്തിലും കാണാം. സ്റ്റേറ്റ്മെന്റുകളെ ഡിക്ലാരറ്റീവ്, അസർട്ടീവ് എന്നു വിളിക്കുന്നു. അതേപോലെ ചോദ്യങ്ങളെ ഇന്ററോഗേറ്റീവ് എന്നും, അഭ്യർത്ഥന, ഉത്തരവ്, ഉപദേശം എന്നിവയെ ഇംപെരറ്റീവ് എന്നും, പെട്ടെന്നുള്ളതോ ശക്തമായതോ ആയ വികാരപ്രകടനങ്ങളെ എക്സ്ക്ലാമേറ്ററി എന്നും വിളിക്കാം. Match the following sentences with their function. താഴെ നൽകിയിട്ടുള്ള വാക്യങ്ങളെ അവയുടെ ധർമ്മവുമായി യോജിപ്പിക്കുക. ഉത്തരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. Activity 3. Let's read an account of the conversation between Mrs. Jones and Roger in the picture story below. താഴെയുള്ള ചിത്രകഥയിലെ മിസ്സസ് ജോൺസും റോജറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. We imagine Roger meets a friend and reports this conversation to him. Read the conversation between Roger and his friend. റോജർ തന്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും ഈ സംഭാഷണം അവനോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക. റോജറും അവന്റെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം വായിക്കുക. Let's note the changes to a dialogue when it is reported. ഒരു സംഭാഷണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യഥാർത്ഥ സംഭാഷണം ഒന്നാമത്തെ കോളത്തിലും റിപ്പോർട്ട് ചെയ്ത സംഭാഷണം രണ്ടാമത്തെ കോളത്തിലും നൽകിയിരിക്കുന്നു. അവ നോക്കി മനസ്സിലാക്കുക. Let's list the changes we note in a reported statement. റിപ്പോർട്ട് ചെയ്ത ഒരു പ്രസ്താവനകളിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ടേബിള് നോക്കി ഈ മാറ്റങ്ങൾ തന്നെയല്ലേ നിങ്ങളും കണ്ടെത്തിയതെന്ന് താരതമ്യം ചെയ്യുക. അവ നോട്ടിലേക്കെഴുതാം. Now report the following dialogue. ഇനി താഴെ നൽകിയിട്ടുള്ള സംഭാഷണം റിപ്പോർട്ട് ചെയ്യുക. Roger, I will remember this day forever. ഞാൻ ഈ ദിവസം എന്നെന്നും ഓർക്കും. Mrs. Jones, I won't forget it either. ഞാനും അത് മറക്കില്ല. Roger said that he would remember that day forever. ആ ദിവസം എന്നേക്കും ഓർക്കുമെന്ന് റോജർ പറഞ്ഞു. Mrs. Jones replied that she would not forget it either. അവരുമത് മറക്കില്ലെന്ന് മിസ്സസ് ജോൺസ് മറുപടി പറഞ്ഞു. Let's converse. Activity 1. Mrs. Jones wants to know why Roger had tried to snatch her pocketbook. റോജർ തന്റെ പൾസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് മിസ്സസ് ജോൺസിന് അറിയണം. She inquires about the reasons and his whereabouts as she serves him food. അവന് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അതിന്റെ കാരണങ്ങളെക്കുറിച്ചും അവന്റെ താമസസ്ഥലത്തെക്കുറിച്ചും അന്വേഷിക്കുന്നു. പേജ് 132 നൽകിയ സംഭാഷണം വായിക്കുക. Note that Mrs. Jones uses a few expressions as she speaks to Roger to get information from him. റോജറിൽ നിന്ന് വിവരങ്ങൾ നേടുന്നതിനായി മിസ്സസ് ജോൺസ് സംസാരിക്കുമ്പോൾ ചില ശൈലികൾ ഉപയോഗിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. We may use several other expressions to seek information, such as the following. വിവരം ചോദിച്ചറിയാന് നമുക്ക് താഴെ പറയുന്നതുൾപ്പെടെ മറ്റ് നിരവധി ശൈലികൾ ഉപയോഗിക്കാം. Will you tell me? Do you know? Please share with me. I'd like to know. Could you explain? Can you tell me? May I know? Please let me know. I want to understand. Let's team up. Group project. There are many well-known speeches in history and literature. ചരിത്രത്തിലും സാഹിത്യത്തിലും പ്രശസ്തമായ നിരവധി പ്രസംഗങ്ങളുണ്ട്. Some of these are political orations, some are literary pieces, while others are speeches on public platforms such as TED. ഇവയിൽ ചിലത് രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്, മറ്റു ചിലത് സാഹിത്യ സൃഷ്ടികളാണ്. TED പോലുള്ള പൊതുവേദികളിലെ പ്രസംഗങ്ങളുമുണ്ട്. Here is a short list. You may add more examples to the list. ഈ പട്ടികയിലേക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ചേർക്കാം. Swami Vivekanand's speech in Chicago on 11 September 1893. Mahatma Gandhi's Quit India speech. Dr. Martin Luther King Jr.'s Onnaman Have a Dream speech. Jawaharlal Nehru's Tryst with Destiny speech. Mullah Yusufzai's speech at the United Nations. സാഹിത്യകൃതികളിൽ നിന്നുള്ള ഏതാനും ചില പ്രസംഗങ്ങളുടെ പേരുകൂടി ഇവിടെ നൽകുന്നു.
അവ ഏതെല്ലാമെന്ന് വായിച്ചു നോക്കൂ. ബി നൗ, ലെറ്റ്സ് ലിസൺ ടു സം സ്പീച്ചസ്. യൂട്യൂബിലും മറ്റും നിരവധി പ്രസംഗങ്ങൾ ലഭ്യമാണ്. ഏതെങ്കിലും ചില പ്രസംഗങ്ങൾ കേൾക്കുക. സി. യു മേ ഫോം 4 ഗ്രൂപ്സ്. സെലക്ട് എനി ഓഫ് ദ സ്പീച്ചസ് ഓൺ ദ ലിസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ എ ഡെക്ലമേഷൻ പെർഫോമൻസ്. ക്ലാസ് 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മുകളിലെ ലിസ്റ്റില് നൽകിയ ഏതെങ്കിലും പ്രസംഗം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കാന് വേണ്ട തയ്യാറെടുപ്പ് നടത്താം. You may choose any of the speeches that you have listened to or any other by a historical figure or literary character. നിങ്ങൾ ഇതിനകം കേട്ട പ്രസംഗങ്ങളോ ചരിത്രത്തിലെ പ്രശസ്തരുടെയോ സാഹിത്യ കഥാപാത്രത്തിന്റേതോ ആയ മറ്റേതെങ്കിലും പ്രസംഗങ്ങളോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. D. Now, you may take up different roles such as those of the character delivering the speech, the videographer, the director, etc. ഇനി, പ്രസംഗം നടത്തുന്നയാള്, വീഡിയോഗ്രാഫർ, സംവിധായകൻ തുടങ്ങിയ വ്യത്യസ്ത റോളുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. When you deliver the speech, focus on vocal delivery, body language, gestures and emotional expression. നിങ്ങൾ പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ശബ്ദം, ശരീരഭാഷ, ആംഗ്യങ്ങൾ, വൈകാരിക പ്രകടനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Using props and costumes relating to the selected character could add to the power of the performance. തിരഞ്ഞെടുത്ത കഥാപാത്രവുമായി ബന്ധപ്പെട്ട പ്രോപ്പുകളും വസ്ത്രധാരണവും ഉപയോഗിക്കുന്നത് അവതരണത്തിന്റെ പവർ വർദ്ധിപ്പിക്കും. You may publish the video on the school channel. നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ സ്കൂളിന്റെ ചാനലിൽ പ്രസിദ്ധീകരിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.